കുന്നംകുളം സ്റ്റേഷനിലെ കാക്കി ഭീകരതയിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ ആരും യൂണിഫോം അണിഞ്ഞ് ജോലി ചെയ്യില്ല. അടിയന്തര നടപടിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും. ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതികരണമാകും ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയെന്നും സർക്കാരിന് മുന്നറിയിപ്പ്. സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്. നടപടിയില്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അവരാരും ഒരു സംശയം വേണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അവർ ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഞങ്ങൾ ജയിലിൽ പോയാലും, ഞങ്ങളല്ല ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. ഞങ്ങൾ തയ്യാറായി കാര്യത്തിൽ. ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്നും. ലെവിൻ, അതിശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടുള്ള വി.ഡി. സതീശന്റെ വെല്ലുവിളി വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ കോൺഗ്രസിന്റെ പ്ലാൻ എത്തരത്തിലാണ് തൃശ്ശൂരിലെ ഒരു സാഹചര്യം? സംഗീത, കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു അഭിമാനത്തിന്റെ കൂടി വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേതാക്കളുടെയും മറ്റും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് നേരിട്ടെത്തി തൃശ്ശൂരിൽ സുജിത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. സർക്കാർ ഈ ഘട്ടത്തിലും നടപടിയൊന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കാതിരിക്കുമ്പോൾ അത് അഭിമാന വിഷയമായി തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് മാറുന്നു. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്നും തെളിഞ്ഞു കണ്ടത്. അദ്ദേഹം ഒരു വെല്ലുവിളി എന്നുള്ള നിലയിലാണ് സർക്കാരിന് ഒരു മുന്നറിയിപ്പ് വീണ്ടും കൊടുക്കുന്നത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്തിനെ നേരിട്ടെത്തിക്കണ്ട അദ്ദേഹം ഒരു കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള നിലയിലാണ് പ്രതികരണം നടത്തിയത്. കോൺഗ്രസിന് സാധാരണ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് പുറത്തുള്ള നടപടിയായിരിക്കും സർക്കാരിന് നേരിടേണ്ടി വരിക. കോൺഗ്രസ് ഇന്നുവരെ പിന്തുടർന്നു വന്ന രീതിയിലല്ലാത്ത പ്രതികരണം ഉണ്ടാകും. ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതികരണമാകും ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയെന്നും അടിയന്തരമായി പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നുമാണ് വി.ഡി. സതീശൻ ഇന്ന് പ്രതികരണത്തിലായി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് സന്ദർശിച്ച സുജിത്തിനെ സമരത്തിന്റെയും തുടർ സമരങ്ങളുടെയും നിയമപോരാട്ടത്തിന്റെയും എല്ലാം പിന്തുണ അറിയിക്കുകയും ചെയ്തു. നാളെ മുൻ KPCC നേതാവ് രമേശ് ചെന്നിത്തല കൂടി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളൊന്നടക്കം ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഈ വിഷയത്തിൽ സുജിത്തിന് പിന്തുണയുമായി എത്തുമ്പോൾ അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അതിന് മുന്നിലുണ്ട്. മാത്രമല്ല വലിയൊരു സമരം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇത് ആഭ്യന്തര വകുപ്പിനെതിരായ സമരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളും കോൺഗ്രസ് നടത്തി വരികയാണ്. സംഗീത. ശരി ലെവിൻ.